യെസ്, പറയൂ. സാറ്, നമുക്ക് എനിക്ക് വരുന്നത് ആർക്കിടെക്റ്റും ഇന്റീരിയേഴ്സും ആണ്. ഓക്കെ. നമ്മളിപ്പോ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ. നമുക്ക് ഇവരെയൊക്കെ കളക്ട് ചെയ്തിട്ട് അത് അവരെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് പറ്റുന്ന രീതിയല്ല. മീൻസ് അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ഇങ്ങനെ. ഇപ്പൊ നമ്മളെ പോലെ തന്നെ 10 100 ഷോപ്പുകൾ അവർക്ക് കണക്ഷൻ ഉണ്ടാവും. ആ 100 ഷോപ്പുകളുടെയും ഗ്രൂപ്പ് വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അതുവഴി സെർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു മെസ്സേജ് ഇടുകയാണ്. ഇപ്പോ നമ്മളൊരു പ്ലൈവുഡ് ഷോപ്പാണ്, പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു മെസ്സേജ് ഇടുന്നത് അവർക്ക് റീഡ് ചെയ്യുമ്പോൾ അതിലൊരു ബട്ടൺ വെച്ചിട്ട് ഇപ്പോ പ്ലൈവുഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലൈവുഡിന്റെ പല ഐറ്റംസ് കാണുക, ഹാർഡ്വെയർ ഐറ്റംസിന്റെ പല ഐറ്റംസ് കാണുക. അതിന് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബട്ടൺ വെച്ച് നമുക്ക് സെർച്ചിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിറ്റിയിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇല്ല, ഇല്ല, ഇല്ല. ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇല്ല, ഇല്ല. അവർക്ക് അവരുടെ വാട്സപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ സാധാരണ ഇതുപോലെ സെർച്ച് ചെയ്യുന്ന രൂപത്തിൽ സെർച്ച് ചെയ്യാം. അല്ലാതെ ഇപ്പൊ ഗ്രൂപ്പ് എടുത്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അല്ലാതെ ബട്ടനോ കാര്യങ്ങളോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ഇപ്പൊ ചെറിയ വാട്സപ്പ് മെസ്സേജിൽ കാണാമല്ലോ, നിങ്ങൾ എസ് ഓർ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് ബോട്ട് മെസ്സേജ് പോലെ വരുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഗ്രൂപ്പിലല്ലല്ലോ. ഗ്രൂപ്പിൽ അങ്ങനത്തെ മെസ്സേജുകളൊന്നും വരില്ലല്ലോ. ഇത് വരുന്നത് ഗ്രൂപ്പിലല്ല, ഞാൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ കാണുക, എല്ലാവർക്കും കാണാം. അതിൽ റിപ്ലൈ ചെയ്യാലോ. പിന്നെ അതിലവിടെ അവിടെ അവിടെ മെനു കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രം. മെനു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ല, ഇതിപ്പോ നമ്മൾ റിപ്ലൈ ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ ഈ ബട്ടൺ വെച്ചിട്ട്. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെസ്സേജുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ല, അതെങ്ങനെയാ ചെയ്യാൻ പറ്റുക നമുക്ക്? അത് ഇതുപോലുള്ള അപ്ലിക്കേഷൻസ് നമ്മൾ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ഇപ്പോൾ ഈ വാട്ടി ഇതുപോലുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ആ അപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ എനിക്കിപ്പോ ഓ, സാറിന്റെ ഈ ഒരു സംബന്ധം ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ പ്രൊഡക്റ്റുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുക, എന്നാലേ കുറച്ച് കാര്യങ്ങൾ അതിലൂടെ നടക്കും. പിന്നെ അതിൽ ഇപ്പൊ 100 ആള് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 ആള് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു 10 20 ആളുകളായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ എന്താണ്, നമുക്ക് അവിടെ യാതൊരു കോസ്റ്റും നമ്മൾ വരുന്നില്ല. ആഡ് ചെയ്യേണ്ട യാതൊരു കോസ്റ്റും അല്ല വരുന്നില്ല. നമ്മുടെ നമുക്കിപ്പോ ഓൾറെഡി ഡെയിലി ഒരു 100 എൻക്വയറീസ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആ, നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആയിരിക്കും കൺവേർട്ട് ആകുന്നത്. ബാക്കി 99 കസ്റ്റമേഴ്സിൽ ഒരു 10 പേര് പിന്നീട് പർച്ചേസ് ചെയ്യാനുള്ളവരുണ്ടാവും. അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഇട്ടാൽ മതിയോ? അവിടെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുക. എന്നിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ അവർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതിൽ ഇപ്പൊ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമല്ലോ. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഓ, വേറെ ഇതില് ഓപ്ഷൻസ് ഇല്ല. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഹൈഡ് ചെയ്യാൻ കഴിയില്ല. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് അഡ്മിന് ആരാണോ കമ്മ്യൂണിറ്റി അഡ്മിൻ അവർക്ക് മാത്രമേ എല്ലാം ചെയ്യാനുള്ളൂ. ഗ്രൂപ്പിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതില് പോസ്റ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് മെമ്പേഴ്സിന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലെ വേണോ, അല്ല എങ്കിൽ ഗ്രൂപ്പ് അഡ്മിന് മാത്രം മതിയോ എന്ന രൂപത്തിൽ. അതാണ് ഒരു വ്യത്യാസം. പിന്നെ വരുന്നത് എന്താ വെച്ചാല് നമുക്ക് കമ്മ്യൂണിറ്റിയില് മെമ്പേഴ്സിന്റെ പ്രൈവസി കാര്യങ്ങളാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അഡ്മിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല കമ്മ്യൂണിറ്റികളാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ ഒരു വേറൊരു കമ്മ്യൂണിറ്റി സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിന്റെ കമ്മ്യൂണിറ്റിയാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ എത്രയോ ആളുകളുണ്ട്, പക്ഷെ എനിക്ക് ആരെയും കാണാൻ പറ്റില്ല. ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള അഡ്മിൻസിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ശേഷം കുറെ എന്നെ പോലുള്ള കുറെ ആളുകൾ ഇതിൽ മെമ്പേഴ്സ് ആണ്, എനിക്ക് അവരെ ആരെയും കാണാൻ കഴിയില്ല. പക്ഷെ ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ ഉണ്ട് ഈ ഗ്രൂപ്പിൽ കാണാം. അതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം വരുന്നത് പ്രൈവസിയുടെ കാര്യത്തിൽ. പിന്നെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഒരു 5000 നമ്പേഴ്സ് വരുമെന്നുള്ള. പിന്നെ മൾട്ടിപ്പിൾ ഗ്രൂപ്പുകൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പും തമ്മിൽ വരുന്നത്.
എപ്പോഴും നമ്മുടെ എന്ത് ബിസിനസ് ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നോക്കുക. അത് നമുക്ക് എന്താ വെച്ചാൽ അതൊരു പവർഫുൾ ടൂളാണ്. നമുക്ക് എപ്പോഴും ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ട് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ വെറും അഡ്വർടൈസ്മെന്റ് മാത്രം ചെയ്യണം എന്നല്ല പറഞ്ഞത്. കമ്മ്യൂണിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അതിലൂടെ പുതിയ അപ്ഡേറ്റുകൾ കൊടുക്കുക, ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് എങ്ങനെ വ്യത്യാസം ഉണ്ടാവും എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് വിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ എന്താണ് ആളുകൾ ചെയ്യുക, ഗ്രൂപ്പ് ഉണ്ടാക്കും, അതിലൂടെ അവരെ പ്രൊഡക്റ്റുകൾ ഡംപ് ചെയ്യും, ഒരു ഡംപിങ് യാർഡ് പോലെ കൊണ്ടുപോകും. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ വേഗം എക്സിറ്റ് ആയി പോവുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ വാല്യൂ കൊടുക്കുക എപ്പോഴും. ഇപ്പോ ഈ പ്രൊഡക്റ്റിന്റെ ഇന്ന പ്രൊഡക്റ്റുമായിട്ട് വ്യത്യാസം ഇതൊക്കെ ഉണ്ട്, ഈ പ്രൊഡക്റ്റ് പിന്നെ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്ഥലത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ വാല്യൂ കൊടുത്തിട്ട് അതിന്റെ ഒപ്പം നിങ്ങളെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമ്മുടെ അടുത്തുണ്ട്, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ അത് സ്ഥിരമായിട്ട് അത് വാച്ച് ചെയ്യുന്ന ഒരു വാല്യുബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. സോ എനിക്ക് ഞാൻ എന്റെ വാട്സപ്പിന്റെ ഒരു ഇതിലാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ ഇനി ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഇവർ ഇ കൊമേഴ്സ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ വേറെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത്, നമ്മൾ പരസ്പരം ഈ അല്ലെങ്കിൽ ഡൗട്ടുകൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അവരുടെ പുതിയ അപ്ഡേറ്റുകൾ തരുന്നു, അല്ലെങ്കിൽ പുതിയ ആളുകൾ ഇ കൊമേഴ്സിലൂടെയുള്ള വിൻ ചെയ്ത ന്യൂസുകൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ സാധ്യമായാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അത് കമ്മ്യൂണിറ്റി ഉണ്ട്, ഗ്രൂപ്പും ഉണ്ട്. ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ചർച്ചകൾ അങ്ങനത്തെ എന്തുണ്ടെങ്കിൽ എപ്പോഴും ഓപ്പൺ ആവുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഉണ്ടാവും. കോമൺ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇതുണ്ട്, ഇതിപ്പോ ഒരു അനൗൺസ്മെന്റ്, ഒരു കോമൺ പോസ്റ്റ് ആണ്. കുറെ ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഓരോ ആളുകൾ അവരുടെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറികളും അതുപോലെ ഓരോ ബ്രാൻഡിന്റെ ഇതുകളും ഒക്കെ ആയിട്ട്. അപ്പോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇവരെന്നെ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഈ ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ആ കോഴ്സിന്റെ അതിപ്പോ വീക്കിലി ഒരു തവണയൊക്കെ വരുള്ളൂ. പുതിയ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ ആയിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ആളുകൾക്ക് കുറെ വാല്യൂ കാര്യങ്ങൾ കിട്ടി, പിന്നെ പ്രൊഡക്റ്റ് തന്നു. അപ്പൊ എന്താ വെച്ചാൽ അവർക്കൊരു മടുപ്പ് വരില്ല. ഇത് വെറും പ്രൊഡക്റ്റിനെ നമ്മൾ വാങ്ങാന്നുള്ള രൂപത്തിലാകുമ്പോൾ ഇതാവും. സാറിന് ഇപ്പൊ നേരത്തെ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ആ പ്രൊഡക്റ്റിന്റെ പുതിയ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ, ഈ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അത് വീഡിയോ ആയിട്ടും ഫോട്ടോസ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് വീഡിയോ ചെയ്തത് വളരെ നല്ല സംഗതിയാണ്. നിങ്ങൾ വീഡിയോ ചെയ്തിട്ടൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കാര്യങ്ങളോ ചെയ്യുക, അതൊരു എന്നേക്കുള്ളൊരു അസറ്റാണ്. നമ്മൾ പറയും ഡിജിറ്റൽ അസറ്റുകൾ. അപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഏതാണെങ്കിലും അത് ഡിജിറ്റൽ അസറ്റുകളാണ്. ഇതിന്റെ ഒപ്പം ഇങ്ങനത്തുള്ള ടൂളുകൾ കാര്യങ്ങൾ. ഇപ്പോ ഒരു വാട്സപ്പിന്റെ കേസിൽ വന്നാൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, ഇതും അസറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഇപ്പൊ കമ്മ്യൂണിറ്റി വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാംസങ്, ആപ്പിള് ഒക്കെ കമ്മ്യൂണിറ്റികളാണ്. പിന്നെ അത് കഴിഞ്ഞാലാണ് പിന്നെ ഇപ്പോ നമ്മൾ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സിന്റെ, ഇവരൊക്കെ പെയ്ഡ് ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ പെയ്ഡ് ആയിട്ടാണ് അതൊക്കെ ജോയിൻ ചെയ്തത്. മന്ത്ലി 49 രൂപ അല്ലെങ്കിൽ 199 രൂപ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് വേറെ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കൊടുക്കുന്ന രൂപത്തിൽ നമ്മളിപ്പോ ആ പെയ്ഡ് ആയിട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്, പക്ഷെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സുഖം. അതിപ്പോ വാട്സപ്പിലൂടെ ഇത്ര കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോ അല്ലാതെങ്കിൽ ഫേസ്ബുക്ക് കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു രൂപത്തിലൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാൻ ഒരു KHDEC എന്നുള്ളൊരു ഗ്രൂപ്പ് കാണാം. ഇതൊക്കെ പലരും ഇവരൊക്കെ പലരും ആർക്കിടെക്റ്റുകളും അതുപോലെ എഞ്ചിനീയേഴ്സും ഇവരൊക്കെ ആണ്. ഇതിന്റെയൊക്കെ ഈ ഗ്രൂപ്പ് ഓണേഴ്സും ഇതൊക്കെ അവരുടെ കാര്യങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ അതിന് പുറമെ മെമ്പേഴ്സിന്റെ അടുത്ത് നിന്നുള്ള പിന്നെ പോസ്റ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഡൗട്ടുകൾ കാര്യങ്ങൾ, പിന്നെ പുതിയ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഇതിൽ ഇടുന്നുണ്ട്. അത് ഓരോ കമ്മ്യൂണിറ്റിയുടെ ഓരോ പിന്നെ എന്താ പറയാ സ്റ്റൈല് പല രൂപത്തിലാണെന്ന് മാത്രം. ചിലത് അഡ്മിൻ മാത്രമായിട്ട് ഇടുന്നവരുണ്ട്, ചിലത് മെമ്പേഴ്സിനും കൂടി പിന്നെ ഇന്ററാക്ട് ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി മിനിമം ഇപ്പൊ നമ്മൾ അഡ്മിൻ ഇതായിട്ടുള്ള രൂപത്തിലെങ്കിലും ഉണ്ടാവുമെന്നല്ല. അതിലൂടെ നമുക്ക് കുറെ ചെലവ് കുറക്കാനുള്ള ഓപ്ഷൻസ് ഇതാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ നമ്മളുമായിട്ട് സ്ഥിരം ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ
നിങ്ങളിപ്പോ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു, അതിലിപ്പോ ജസ്റ്റ് ഞാൻ ഇപ്പൊ അടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ്, ഒരു 300-400 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളാവും. കുറെ ആളുകൾ എക്സിറ്റ് ആവും, കുറെ ആളുകൾ ജോയിൻ ആവും, കുറെ അങ്ങനെ ഇതായിരിക്കും. പക്ഷെ അതിൽ ഇപ്പൊ 350-360 ആളുണ്ട്, അതിലൊരു 50 ആള് വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് എത്ര സിമ്പിളായിട്ട് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതാകാനും പറ്റും, വേറെ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ഓ, ഇതാവേണ്ട കാര്യമില്ല. അപ്പോ ആ രൂപത്തിൽ നിങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിടുക. കാര്യം ചിലപ്പോൾ ആളുകൾ കുറെ സമയത്ത് ജോയിൻ ചെയ്തില്ല എന്ന് വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് ഇതുപോലുള്ള ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, എന്റെ ആ ഒരു ഏഹ്, ഇതില് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കും. ഇവിടെതായിട്ടുള്ള ഇതില് ഡയറക്റ്റ് മെസ്സേജിന്റെ ലിങ്ക് ആണ് വേറെ ഏതൊരു വീഡിയോ, ഇത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഇതായിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇത് കണ്ടിട്ട് ആളുകൾ ഇതിലൂടെ ജോയിൻ ചെയ്യുന്നവരുണ്ട്, കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും ഇതൊക്കെ ആയിട്ടുള്ള. ചിലർ ഇതിലൂടെ തന്നെ ചിലപ്പം മെസ്സേജ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഒരു നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് നമ്മൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ടച്ച് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇതായി കഴിഞ്ഞാൽ ഇതിൽ ഒരു നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോക്ക് കൊടുത്തില്ല എന്ന് മാത്രം. ഞാനിപ്പോ നേരത്തെ നിങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ചാറ്റ് ബോട്ടിന്റെ ഒരു നമ്പർ കൂടി കൊടുക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ചാറ്റ് ബോട്ട് ഹാൻഡിൽ ചെയ്യും ആ കാര്യങ്ങളൊക്കെ. അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് കാര്യങ്ങളൊക്കെ. അല്ലാണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഇതിന്റെ ഒപ്പം ഞാൻ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊരു പെയ്ഡ് ആയതുകൊണ്ട് കാരണം പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. പെയ്ഡ് ചെയ്തവരെ മാത്രം ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള രൂപത്തിലാണ് നിങ്ങൾക്ക് പേയ്മെന്റിന് ശേഷം ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് വന്നിരുന്നത്. അപ്പൊ പല സ്ട്രാറ്റജീസും നമുക്ക് ഇതാക്കാം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇടുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ഇതാക്കിയുള്ളത്.